നമസ്കാരം. 2025-26 കേരള ബഡ്ജറ്റ് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞത് സാമ്പത്തിക പ്രതിസന്ധി അതിജീവിച്ചു. കേരളം ഇതുവരെ ഉണ്ടായിരുന്ന കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്തും അതിനു മുന്നേയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും ഉണ്ടായിരുന്ന സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചു എന്നുള്ളതാണ്. അതെങ്ങനെ അതിജീവിച്ചു എന്നുള്ളത് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ബജറ്റ് പ്രസംഗം കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഓക്കെ, ആദ്യം തന്നെ അദ്ദേഹം സർക്കാർ ജീവനക്കാർക്കാണ് തലോടൽ കൊടുത്തിരിക്കുന്നത്. 600 കോടി കുടിശ്ശികയും പെൻഷനും തീർക്കുമെന്നുള്ളതാണ് ആദ്യം അദ്ദേഹം പ്രഖ്യാപിച്ചത്. പിന്നീട് പറഞ്ഞത് ശമ്പള പരിഷ്കരണ തുകയുടെ ആദ്യത്തെ 2 ഗഡു ഈ വർഷം തന്നെ കൊടുത്തു തീർക്കും. പിന്നീട് TA കുടിശ്ശികയുടെ ലോക്കിൻ പീരീഡ് ഒഴിവാക്കും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ളത്. സർക്കാരിൻ്റെ ഏറ്റവും വിശ്വസ്തരായ സർക്കാർ ജീവനക്കാരോടാണ് അദ്ദേഹം ആദ്യം തന്നെ നന്നായിട്ട് ഫേവറായിട്ട് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പിന്നെ അതിനുശേഷം അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബജറ്റ് പ്രസംഗം എന്ന് പറയുമ്പോൾ ഒരുപാട് പറയുന്നതാണ്, പക്ഷേ ഒരുപാട് വാക്കുകളിൽ പറയാതെ ചുരുക്കിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം എപ്പോഴും കഴിഞ്ഞ ബഡ്ജറ്റിലും അങ്ങനെയായിരുന്നു, മാക്സിമം ചുരുക്കി ജനങ്ങളെ കണ്ണിയിൽ എങ്ങനെയെങ്കിലും പൊടിയിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ് എനിക്ക് ബജറ്റ് പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതിനകത്ത് പറഞ്ഞ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കും. അപ്പോൾ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ വയോജനങ്ങൾക്കുള്ള ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കുമെന്നുള്ളതാണ് നെക്സ്റ്റ് പറഞ്ഞത്. പിന്നീട് പറഞ്ഞിട്ടുണ്ട് വയനാടിന് 850 കോടി പുനരധിവാസ പദ്ധതിയാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്, സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ 850 കോടിയേ ഉള്ളൂ. നമുക്ക് 700ഓളം കോടി രൂപ ജനങ്ങളിൽ നിന്ന് തന്നെ വയനാടിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട്, ദുരിതാശ്വാസ നിധിയിലേക്കും മറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വയനാടിന് 850 കോടി പുനരധിവാസ പദ്ധതിയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നന്നായിട്ട് പനിയുണ്ട് കേട്ടോ ഗൈസ്, സോറി. ഓക്കെ, ഇനി 2221 കോടി ആണ് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. പക്ഷേ കേന്ദ്രം നൽകാത്തത് കൊണ്ട് തന്നെ അത് എങ്ങനെ വേണം എന്നുള്ളത് ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇപ്പോൾ വയനാടിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന പാക്കേജ് എന്ന് പറഞ്ഞാൽ 850 കോടി രൂപയുടെ പുനരധിവാസ പദ്ധതിയാണ്. ഇനി പിന്നെ അദ്ദേഹം പറഞ്ഞത് കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം വികസനത്തിന് മെട്രോപൊളിറ്റൻ പ്ലാൻ ആണുള്ളത്. അപ്പം മെട്രോപൊളിറ്റൻ സിറ്റികളാക്കാനുള്ള ഒരിതാണ് കൊച്ചിയും കോഴിക്കോടും തിരുവനന്തപുരവും. അപ്പം അത് നല്ല കാര്യമാണ്, അത് ചെയ്യാൻ കഴിയട്ടെ. ഇനി 1 വർഷമേ ഉള്ളൂ ഇവർക്ക്, അതാദ്യം നമ്മൾ ഒന്ന് ഓർക്കണം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് കൊച്ചി മെട്രോ വികസനം തുടരുമെന്നാണ്. കൊച്ചി മെട്രോ വീണ്ടും വികസിപ്പിക്കുമെന്നുള്ളതാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം മെട്രോ 2025-26 ആരംഭിക്കും. ഇപ്പം 2025-26 തിരുവനന്തപുരം മെട്രോ ആരംഭിക്കുമെന്നുള്ളതാണ്. വേണമെങ്കിൽ അതിനൊരു കല്ലോ തറക്കല്ലോ ഉദ്ഘാടനം എന്തെങ്കിലും നടത്തിയിട്ട് പോയാൽ നെക്സ്റ്റ് അടുത്ത സർക്കാർ എന്തായാലും ഇനി പിണറായി സർക്കാർ വരുമെന്നുള്ളൊരു പ്രതീക്ഷയും ഇവർക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ അടുത്ത സർക്കാർ വേണമെങ്കിൽ ചെയ്യട്ടെ എന്നുള്ളത് വെച്ചിട്ട് ആയിരിക്കും എന്ന് ഞാനിങ്ങനെ എൻ്റെ ഒരു തോന്നലിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ തിരുവനന്തപുരം മെട്രോ 2025-26 ആരംഭിക്കും എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളം കേന്ദ്രം തുടങ്ങും. കാരണം പ്രവാസികളിൽ നിന്നാണ് നമ്മുടെ കേരളത്തിലേക്ക് പൈസ വരുന്നത്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, സഹായങ്ങൾ പ്രവാസികളിൽ നിന്നാണ്. പ്രവാസിയുടെ പണമാണ് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രവാസികൾ വിചാരിക്കുന്നുണ്ട് കേരളം നിലനിന്ന് പോണത് തന്നെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രവാസ ലോകത്തിലെ കാര്യങ്ങൾ കേൾക്കാനും കാണാനുമാണോ, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ പരിഹരിക്കാനാണോ, അല്ലെങ്കിൽ അത് പ്രവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനാണോ എന്നൊന്നും അറിയില്ല. കേരള കേന്ദ്രം തുടങ്ങുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രവാസികൾക്ക് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പ്രവാസികൾ നമ്മളിപ്പോൾ 2019 കോവിഡ് വന്ന സമയത്ത് ഒരുപാട് പ്രവാസികൾ നാട്ടിലേക്ക് വന്ന് ഒരു ജോലിയും ഒരു കാര്യങ്ങളും ചെയ്യാൻ കഴിയാതെ ഒരുപാട് അവസ്ഥയിൽ വളരെ ഒരു നിസ്സഹായ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. അപ്പോൾ 45 വയസ്സിന് താഴെയുള്ള പ്രവാസികൾക്കായി എന്തെങ്കിലും ക്ഷേമ പദ്ധതികൾ, ബിസിനസ് തുടങ്ങാനായാലോ അവർക്ക് എന്തെങ്കിലും ഒരു ക്ഷേമ പദ്ധതികൾ, അത്യാവശ്യം വിദ്യാഭ്യാസം, അത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള 10th അല്ല +2 വരെയെങ്കിലും പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ സർക്കാർ സർവീസിൽ 45 വയസ്സിന് താഴെയുള്ളവർക്ക് ഒരു ജോലി സാധ്യതയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രവാസികൾക്ക് വളരെ വലിയ ആശ്വാസമായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടില്ല. കേരള കേന്ദ്രം തുടങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് അദ്ദേഹം പറഞ്ഞ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുമെന്നുള്ളതാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആണല്ലോ നമ്മുടെ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത്, അത് കൊടുക്കുമെന്നുള്ളതാണ്. അദ്ദേഹം അത് കൊടുക്കാതിരുന്നിട്ട് കാര്യമില്ല. കാരണം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാതെ ഇപ്പോൾ പാവപ്പെട്ട കുറേ വയോജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്. പിന്നെ കാരുണ്യ പദ്ധതിക്ക് 700 കോടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഓരോ വർഷവും കാരുണ്യ ചികിത്സാ പദ്ധതി ശ്രീമാൻ
KM മാണി കൊണ്ടുവന്നാണ് കാരുണ്യ ചികിത്സാ പദ്ധതി. ആ പദ്ധതിക്ക് 700 കോടിയാണ് ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നത്. ഒരുപാട് രോഗികൾക്ക്, ഒരുപാട് ആൾക്കാർക്ക് സഹായകരമായ ഒരു പദ്ധതിയാണെന്ന് തന്നെ അത് പറയേണ്ടിയിരിക്കുന്നു. പിന്നീട് അദ്ദേഹം പറഞ്ഞ തീരദേശ റോഡിന് സ്ഥലം ഏറ്റെടുക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ബജറ്റ് പ്രസംഗം മുഴുവൻ ഞാൻ പറയാൻ നിന്നാൽ ഞാൻ ഇന്ന് മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ്. നമുക്ക് വിശദമായിട്ട് വേണമെങ്കിൽ വീണ്ടും വീഡിയോ ഇടാം. ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ തീരദേശ റോഡിന് വേണ്ടിയിട്ട് സ്ഥലം ഏറ്റെടുക്കുകയാണ്. തീരദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള, ബേക്കൽ വരെയുള്ള തീരദേശ റോഡാണ് വിഭാവന ചെയ്തിരിക്കുന്നത്. പലയിടത്തും കുറച്ചേ ഉള്ളൂ. തീരദേശം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മുതൽ കൊല്ലം വരെയൊക്കെ നമുക്ക് തീരദേശ റോഡ് വഴി പോകാം. പിന്നെ ആലപ്പുഴ വരെയും കുറച്ച് ഭാഗത്തുനിന്ന് ആലപ്പുഴ വരെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷെ അതിനുശേഷം പിന്നെ ഇല്ല. അപ്പോൾ സ്ഥലം ഏറ്റെടുക്കണം. അപ്പോൾ സ്ഥലം ഏറ്റെടുക്കും. ഈ സ്ഥലം ഏറ്റെടുത്തിട്ട് 2025-26 ഇവർ ഇറങ്ങും. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഏറ്റെടുക്കുന്ന അടുത്ത സർക്കാർ വന്നിട്ട് ചെയ്യട്ടെ എന്നുള്ളതാണോ എന്നറിയില്ല. എന്തായാലും സ്ഥലം ഏറ്റെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഔട്ട് റിംഗ് റോഡ് വിഴിഞ്ഞം മുതൽ റിംഗർ റോഡുണ്ടല്ലോ, ഔട്ട് റിംഗർ ഇടയ്ക്കൂടെയൊക്കെ എന്തെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഔട്ട് റിംഗർ റോഡ് വിഴിഞ്ഞം മുതൽ അതും സ്ഥലം ഏറ്റെടുക്കും, കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നെ ലൈഫ് പദ്ധതിക്ക് വേണ്ടി 1160 കോടിയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ലൈഫ് പദ്ധതിയിൽ, ലൈഫ് മിഷനിൽ ഒരുപാട് പേർക്ക് വീട് കൊടുത്തിട്ടുണ്ട്. എത്രയും കണക്കുകളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത്രയും വീടുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈഫ് മിഷൻ പദ്ധതി നമുക്കറിയാം ഒരുപാട് അഴിമതികൾ കൂടെ, ഒരുപാട് ഈ ഓരോ പ്രഖ്യാപനവും നടത്തുമ്പോൾ കോടിക്കണക്കിന് രൂപയാണ് അഴിമതിയായിട്ട് ആൾക്കാരുടെ കയ്യിലേക്ക് എത്തുന്നത് അല്ലേ. അപ്പോൾ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് വീട് നിർമ്മിച്ചു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ കൈയിട്ട് വാരാൻ മാക്സിമം പറ്റുന്ന അത്രയും കൈയിട്ട് വാരുന്നുണ്ട്. അപ്പോൾ ലൈഫ് മിഷൻ പദ്ധതിയുടെ പ്രകാരം 1160 കോടിയാണ് ബഡ്ജറ്റിൽ മാറ്റി വെച്ചിരിക്കുന്നത്. കണ്ണൂരിൽ IT പാർക്ക് സ്ഥാപിക്കുന്നു. കണ്ണൂരിൽ അതേപോലെ തന്നെ കൊല്ലത്തും IT പാർക്കുകൾ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. കാരണം കൊല്ലം അദ്ദേഹത്തിന്റെ മണ്ഡലമായതുകൊണ്ട് തന്നെ കൊല്ലക്കാർക്ക് ഒന്നും അധികം കൊടുത്തിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു പേരുദോഷം തന്നെയാണ്. കാരണം കൊല്ലത്ത് കോടതി സമുച്ചയം വരാൻ വേണ്ടി അദ്ദേഹം ഇനാഗുറേഷൻ നടത്തി. അപ്പോൾ കോടതി സമുച്ചയത്തിന് വേണ്ടിയിട്ടും അദ്ദേഹം കുറേ ബഡ്ജറ്റിൽ തുക മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൊല്ലം നഗരത്തിൽ ഒരു IT പാർക്കും കൂടി അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സർക്കാർ വാഹനങ്ങൾ വാങ്ങാൻ 100 കോടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയില്ല. സർക്കാർ വാഹനങ്ങൾ ഇപ്പോൾ തന്നെ ഇന്നോവ ക്രിസ്റ്റ പോലെയുള്ള വാഹനങ്ങളാണ് സർക്കാർ ഉദ്യോഗസ്ഥരും സർക്കാർ മന്ത്രിമാരും സർക്കാരിലെ ഗസറ്റഡ് ഓഫീസേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത്. ഒരു ഇന്നോവ ക്രിസ്റ്റയ്ക്ക് എത്ര രൂപയാണ് വില? എന്തിനാണ് ഇന്നോവ ക്രിസ്റ്റയൊക്കെ? അപ്പോൾ നമ്മൾ പുറത്തേക്കൊന്ന് പോയി നോക്കേ, കേരളത്തിൻ്റെ വെളിയിലേക്ക് പോയാൽ അംബാസിഡർ കാറാണ് യൂസ് ചെയ്യുന്നത് മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളിലും. പുറത്തേക്ക് മീൻസ് ഇന്ത്യക്ക് വെളിയിലായാലും അതിനേക്കാൾ ആൾക്കാർ പ്രൈവറ്റ് മീൻസ് ട്രാൻസ്പോർട്ട് സൗകര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ മന്ത്രിമാർക്കും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കുമൊക്കെ വാഹനങ്ങൾ സാധാരണ വാഹനങ്ങൾ പോരാ, വലിയ വലിയ വാഹനങ്ങൾ, ഇന്നോവ ക്രിസ്റ്റ പോലെയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കണം. 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ, 20-25 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വാഹനങ്ങളാണ് അതിനു വേണ്ടിയിട്ട് എത്ര രൂപയാണ് മാറ്റി വെച്ചിരിക്കുന്നത്? 100 കോടി രൂപയാണ് സർക്കാർ വാഹനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് 100 കോടി രൂപയാണ് ബഡ്ജറ്റ് നീക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി അതുപോലെ തന്നെ നഗരങ്ങളിൽ 1 ലക്ഷം വീട് പദ്ധതി പോലെ നഗരങ്ങളിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം കൂടി ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മളുടെ യക്ഷശരീരനായ നമ്മളിൽ നിന്ന് വിട്ടുപോയ MT വാസുദേവൻ നായർ സാറിനും MT വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിന് വേണ്ടി 5 കോടി മാറ്റിവെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി പഠന കേന്ദ്രവും തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫിനാൻഷ്യൽ കോൺക്ലേവ് സംഘടിപ്പിക്കും. ഫിനാൻഷ്യൽ കോൺക്ലേവ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായിട്ട് നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് വിദ്യാഭ്യാസം, സാമ്പത്തിക സാക്ഷരത എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫിനാൻഷ്യൽ കോൺക്ലേവുകൾ സംഘടിപ്പിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ സൈബർ വിങ്ങിന് 2 കോടി രൂപയാണ് അദ്ദേഹം മാറ്റിവെച്ചിരിക്കുന്നത്. സൈബർ അധിക്ഷേപത്തിനെതിരെയും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് 2 കോടി രൂപ ബജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്ക് 227 കോടി രൂപയാണ് അദ്ദേഹം മാറ്റിവെച്ചിരിക്കുന്നത്. അത് കേര കർഷകർക്ക് 100 കോടി രൂപ, മണ്ണ് സംരക്ഷണം 77.7 കോടി രൂപ, നെല്ല് വികസനം 150 കോടി രൂപ, അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു പറഞ്ഞിട്ടുണ്ട്.
കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടാണ് വയനാട് പാക്കേജ് തന്നെ പ്രഖ്യാപിച്ചത്. കേന്ദ്ര സഹായം കിട്ടിയില്ലെന്ന് ശ്രീ ബാലഗോപാൽ എടുത്തു പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ സ്വന്തം മണ്ഡലമായ കൊല്ലത്തിനോട് ശ്രീ ബാലഗോപാൽ പരിഗണന കാട്ടിയ കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കൊല്ലത്തും കൊട്ടാരക്കരയും IT പാർക്ക്, ശാസ്താംകോട്ടയും IT പാർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു കൊല്ലത്ത് IT പാർക്ക്, കൊല്ലത്തും കൊട്ടാരക്കരയും IT പാർക്കുണ്ട്. അതുപോലെ തന്നെ ഫുഡിന് വേണ്ടിയിട്ട് ഫുഡ് പാർക്കുണ്ട് 5 കോടി രൂപ. വിഴിഞ്ഞം കൊല്ലം പുനലൂർ വികസനമുണ്ട്. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് 30 കോടി മാറ്റിവെച്ചിട്ടുണ്ട്. അങ്ങനെ കൊല്ലത്തുകാർക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്നതൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ശാസ്താംകോട്ട പദ്ധതി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സീപ്ലെയിന് 20 കോടിയാണ് പറഞ്ഞിരിക്കുന്നത്. സീപ്ലെയിൻ പദ്ധതിക്ക് 20 കോടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വന്യജീവി ആക്രമണം തടയൽ 50 കോടി രൂപയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വന്യജീവി ആക്രമണത്തിൽ മരണപ്പെടുന്നവർക്കോ പരിക്കേറ്റവർക്കോ നഷ്ടപരിഹാര തുക തന്നെ കൂട്ടിക്കൊണ്ടാണ് ഈ 50 കോടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാട്ടുപാരമ്പര്യ വൈദ്യ പഠന കേന്ദ്രം തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളി മക്കളുടെ പഠനത്തിന് വേണ്ടിയിട്ട് 9 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുടുംബശ്രീക്കും നല്ല ഒരു തുക അദ്ദേഹം മാറ്റിവെച്ചിട്ടുണ്ട്. കൊച്ചി ബിനാലേക്ക് 7 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ദിവസവേതനക്കാരുടെ വേതനം 5% കൂട്ടുന്നു. അതൊരു വലിയ കാര്യമാണ്. ദിവസവേതനക്കാരുടെ വേതനം അവർക്കൊരു ആശ്വാസമാണ്. അതുപോലെ തന്നെ തെരുവ് നായ ആക്രമണം തടയാൻ ABC കേന്ദ്രങ്ങൾക്ക് വേണ്ടിയിട്ട് 2 കോടി അദ്ദേഹം ബജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട്. പിന്നെ ഗഗാനൊക്കെ നിരക്കൊക്കെ വളരെ കുത്തനെ കൂട്ടിയിരിക്കുകയാണ്. ഗഗാൻ നിരക്ക് പഴയതിനേക്കാൾ ഒരുപാട് 2 ലക്ഷത്തിന് മേളിലുള്ള 200 രൂപയ്ക്ക് മേളിൽ അങ്ങനെയൊക്കെ കുറേ ഒരു കണക്കുകളുണ്ട്. ഗഗാൻ നിരക്ക് കുത്തനെ കൂട്ടിയിട്ടുണ്ട്. ഭൂനികുതി സ്ലാബുകളുടെ നികുതി കുത്തനെ കൂട്ടിയിട്ടുണ്ട്. 90 രൂപ അടച്ചിരുന്ന നികുതിക്ക് ഇനി 130 രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം കൂട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹോംസ് വരുന്നുണ്ട്. ഒഴിഞ്ഞ വീടുകൾ കേന്ദ്രീകരിച്ച് ടൂറിസം പദ്ധതി വികസിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗാർഹിക വാഹന വായ്പ പലിശ നിരക്ക് കുറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം റിസർവ് ബാങ്കിൻ്റെ ഈ റിബേറ്റ് അതിപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു നിരക്ക് 5.50 ആയിരുന്നു, ഇപ്പോൾ 5.25 ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗാർഹിക വാഹന വായ്പ പലിശ നിരക്ക് കുറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുതിർന്ന പൗരന്മാർക്ക് വ്യായാമ കേന്ദ്രങ്ങൾ തുടങ്ങുന്നുണ്ട്. ന്യൂ ഇന്നിങ്സ് എന്ന രീതിയിൽ ഒരു ബിസിനസ് ഒരു വികസന പദ്ധതികൾ എന്തോ അതിനെക്കുറിച്ചും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ബജറ്റാണ് അദ്ദേഹം ശ്രീ ബാലഗോപാൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുറമേ നിന്ന് നോക്കിയാൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. അപ്പോൾ അകത്തേക്ക് കയറിയാൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നുള്ള രീതിയിൽ കാണാൻ കഴിയുന്ന ഒരു ബഡ്ജറ്റാണ്. യുവാക്കൾക്കായി ഒന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. ക്ഷേമ പെൻഷൻ കൂട്ടിയിട്ടില്ല. പിന്നെ വൈഫൈ, AI അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് കുറച്ച് പൈസ നീക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് IT കമ്പ്യൂട്ടർ മേഖലയിലുള്ള ആൾക്കാർക്കാണ് അത് കൂടുതൽ സഹായകരമെന്ന് തോന്നുന്നു. യുവാക്കൾക്ക് അഭ്യസ്തവിദ്യരായ യുവാക്കൾക്കുള്ള കാര്യങ്ങളൊന്നും പരിഗണിച്ചിട്ടില്ല. വിദേശത്ത് നിന്നും വിദ്യാർത്ഥികളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയുള്ള പദ്ധതികൾ രൂപീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിലെ സ്റ്റുഡൻസിന്, കുട്ടികൾക്ക് കുറഞ്ഞ ചിലവിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടില്ല. കാരണം നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം, അപ്പം മെഡിക്കൽ സ്റ്റുഡൻസിനായാലും എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനായാലും അവർ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഒരു ജോലി സാധ്യതയില്ല. അപ്പം അതിനുള്ള കാര്യങ്ങളൊന്നും തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടില്ല. ഈ അവസാന വർഷം പിണറായി സർക്കാരിൻ്റെ ഈ അവസാന വർഷം അദ്ദേഹം എന്ത് തന്നെ പ്രഖ്യാപിച്ചാലും ഇതെല്ലാം കടലാസിൽ ഒതുങ്ങുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയേണ്ടി തന്നെ ഇരിക്കുന്നു. അപ്പോൾ എന്ത് തന്നെയായാലും 2025-26 പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ ബഡ്ജറ്റ് ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീണ്ടും വിദഗ്ധന്മാരുടെ നിർദ്ദേശം കേട്ടതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞാൻ വീഡിയോ ഇടാം. ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് MA എക്കണോമിക്സ് ബിരുദധാരിയാണ്. അപ്പോൾ കൂടുതൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശകലനവും അവലോകനവും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് വീഡിയോ ഇടുന്നതായിരിക്കും. ഇപ്പോൾ എനിക്ക് നല്ല പനിയുണ്ട് കേട്ടോ. അപ്പോൾ മൂക്കൊക്കെ നന്നായിട്ട് അടഞ്ഞിരിക്കുന്നു. അപ്പോൾ ഗൈസ്, ഓക്കെ, താങ്ക് യു.